എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് സോളാർ സ്ഥാപിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ചെയ്തിരുന്ന ഒരു സൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ വയ്ക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൽജോ ജോസ് ഫ്രം അൽജോസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിനായിട്ട് നമ്മളിന്ന് പോകുന്നത് സേവി സാറിൻ്റെ സൈറ്റിലാണ്. ഈ സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 2 മാസം കൂടുമ്പോൾ 30,000 രൂപയ്ക്ക് മുകളിൽ ബില്ല് വന്നുകൊണ്ടിരുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം, അതുപോലെ തന്നെ വീടിൻ്റെ എലിവേഷൻ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മളിവിടെ വർക്ക് ചെയ്യാനെന്നുള്ള കാര്യം സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. ഒന്നാമത്തെ കാര്യം, 30,000 രൂപ ബില്ല് സീറോ ആക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നമ്മളൊരു 10 കിലോ വാട്ട് സോളാറെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സ്ഥല സൗകര്യം നോക്കിയപ്പോൾ റൂഫിൽ നമുക്ക് സ്ഥലം വളരെ പരിമിതമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ റെന്യൂസസിൻ്റെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് മാക്സിമം ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റെന്യൂസസിൻ്റെ 635 വാട്ട്സിൻ്റെ പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 15 പാനൽ കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 10 കിലോ വാട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന കോണി റൂം, ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് തെക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ പാനൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഏരിയയുടെ തെക്ക് ഭാഗത്ത്, തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് നമ്മൾ ഈ കോണി റൂം ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് കുറച്ച് ഭാഗം നമ്മുടെ പാനലിലേക്ക് വരാനായിട്ടൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മളന്ന് മനസ്സിലാക്കി. സൈറ്റ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനും സാധിക്കും. ആ ഒരു 3-4 പാനലുകളുമേ കുറച്ച് ഭാഗത്ത് ഷെയ്ഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് മെയിൻ ഒരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സീരിയലായിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സ്ട്രിങ് ഇൻവെർട്ടറാണ് ഇവിടെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം അത് ബാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആ രീതിക്ക് പകരം ഇവിടെ സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസർ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിഴലിൻ്റെ പ്രശ്നം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ 2 ഓപ്ഷനാണ് നോർമലി വെക്കാറുള്ളത്. ഒന്ന് മൈക്രോ ഇൻവെർട്ടറുകൾ, രണ്ടാമത്തത് സോളാർ എഡ്ജ് പവർ ഒപ്റ്റിമൈസർ. ഈ 2 ഓപ്ഷനും നമ്മൾ കസ്റ്റമറുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ സാർ അതിനകത്ത് നിന്ന് ഒപ്റ്റിമൈസറുള്ള മോഡൽ വെച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ്ലി പ്രൈസിങ് വളരെ അട്രാക്റ്റീവായിട്ട് വരുന്നത് ഈ ഒരു മോഡലിൻ്റെയാണ്. മൈക്രോ ഇൻവെർട്ടറുകളും നല്ല ബെറ്റർ പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ പ്രൈസിങ് കൊണ്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് വരുന്നത് ഈ സൈറ്റിൽ ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഇനി മൂന്നാമതായിട്ട് ഇവിടെയുള്ള അടുത്തൊരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂഫിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഇത് നമുക്ക് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ പാനൽ വെക്കാനായിട്ട് പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉയർത്തി വെക്കണം. ഉയർത്തി വെക്കുമ്പോൾ അത് പുറമേ നിന്ന് നോക്കുമ്പോൾ വൃത്തികേടായിട്ട് വരും. വീടിൻ്റെ എലിവേഷൻ അത് ബാധിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ കിഴക്ക് പടിഞ്ഞാറ് രീതിയിൽ ചെറിയൊരു സ്ലോപ്പിലാണ് ഇവിടെ ഈ പാനൽ ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അപ്പോൾ അതും വളരെ ഒരു നെഗറ്റീവ് തന്നെയാണ് നമുക്ക് ഈ സൈറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുപോലെ ഇത് ബൈഫേഷ്യൽ പാനലായ കാരണം കൊണ്ട് നമുക്കത് ഉയർത്തി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20% വരെ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. ബൈഫേഷ്യൽ പാനൽ എന്ന് വെച്ചാൽ 2 ഭാഗത്തു നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന മോഡൽ പാനലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പോലെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒരു തരി പോലും നമുക്ക് റിഫ്ലക്ഷനിൽ കിട്ടുന്നില്ല. ഇതിവിടെ ഉയർത്തിയാണ് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലഭിക്കുന്നതിനേക്കാളും ഒരു ഏകദേശം 20% വരെ നമുക്ക് പ്രൊഡക്ഷൻ അധികം കിട്ടും. അപ്പോൾ ആ ഒരു പ്രശ്നവും നോർത്ത് സൗത്തിൻ്റെ ഡയറക്ഷനും, അതായത് ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ രീതിയിൽ സോളാർ പാനൽ വെക്കണ ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡിലും അല്ല ഇവിടെ നമ്മൾ ഈ റൂഫിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് ഇവിടെ ഏറ്റവും അധികം മഴ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ
ഇവിടെ വളരെ കുറവ് പ്രൊഡക്ഷൻ വരുന്ന ഒരു സാഹചര്യമുള്ള സമയമാണ്. ആ സമയത്ത് പോലും നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആവറേജ് നമുക്ക് ഏകദേശം ഒരു 28 യൂണിറ്റോളം നമുക്ക് ആവറേജ് പെർ ഡേ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നോർമൽ നല്ല ക്ലൈമറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 യൂണിറ്റിന് മുകളിലും നമുക്കിവിടെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളായിട്ട് പോലും നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് അതിനകത്തുണ്ട്. രണ്ടാമത്തത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്കോൺ പാനലാണ് റെന്യൂസസിൻ്റെ. അതും ഇതിലൊരു ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ പറയാനായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒത്തിരി പ്രീമിയം ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള ഒരു വീടാണിത്. വളരെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലും സോളാർ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ വെക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധാരണ ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് മൊത്തത്തിൽ കവറേജ് നമുക്ക് കിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഏകദേശം 75 മീറ്റർ റേഡിയസ് പറയുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ലൈറ്റ്നിങ് അറസ്റ്ററാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ അതിൻ്റെ ഡൗൺ കണ്ടക്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 50 സ്ക്വയർ mm പ്യുവർ കോപ്പർ കേബിളാണ്. നോർമലി അലുമിനിയോ മറ്റു കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ 50 സ്ക്വയർ mm ഡൗൺ കണ്ടക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പ്യുവർ കോപ്പറാണ്. അതുപോലെ നമ്മൾ ഇവിടെ വീടിന് മൊത്തത്തിൽ SPD വെച്ചിട്ടുണ്ട്. അത് ടൈപ്പ് 1ഉം 2ഉം കൂടിയിട്ടുള്ള SPD ഇവിടെ നമ്മൾ വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാക്കേജ് കൂടി ആകുമ്പോഴാണ് ഈ വീടിന് പൂർണ്ണമായിട്ടുള്ളൊരു സേഫ്റ്റി വരുന്നുള്ളൂ. അതുകൊണ്ട് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ മൈക്രോ ഇൻവെർട്ടറും അതുപോലെ തന്നെ സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസർ മോഡലും 2 മോഡൽ നമ്മൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് ഇവിടെ ഒപ്റ്റിമൈസർ മോഡൽ തിരഞ്ഞെടുക്കാമെന്നാണ് നമ്മൾ ഒടുവിൽ ഡിസ്കസ് ചെയ്തപ്പോൾ സാറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒപ്റ്റിമൈസർ മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ മൈക്രോ ഇൻവെർട്ടറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സോളാർ എഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സൈറ്റിനകത്ത് സാധാരണ ഒരു സ്ട്രിങ് ഇൻവെർട്ടറാണ് വെച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നോർമലി ആര് വന്നു കഴിഞ്ഞാൽ ഒരു 10 കിലോ വാട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ റേറ്റാണ് എല്ലാവരും കൊടുക്കുക. അപ്പോൾ അങ്ങനെ സാധാരണ ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് നമ്മളൊരു സ്ട്രിങ് ഇൻവെർട്ടറാണ് ഇവിടെ വെച്ചത് എന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചേക്കാവുന്ന ഒരു നഷ്ടത്തിൻ്റെ കണക്ക് ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു കണക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിവിടെ 2 സ്ട്രിങ് ആയിട്ടാണ് ഈ കണക്ഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ 5 കിലോ വാട്ട് വീതമുള്ള 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന പാനലുകൾ കണക്ട് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഒരു 5 കിലോ വാട്ടിൻ്റെ സ്ട്രിങ്ങിൽ വരുന്ന 4 പാനലുകളുമെയാണ് നമ്മുടെ ഈ ഷെയ്ഡിൻ്റെ ഇഷ്യൂ വരുന്നത്. നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞൊരു ഏരിയയിലുള്ള ഷെയ്ഡിൻ്റെ പ്രശ്നമുള്ളൂ. പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 കിലോ വാട്ടിൻ്റെ പ്രൊഡക്ഷനെ പകുതിയോളം ആക്കിയിട്ട് അത് കുറയ്ക്കും. അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസം 10 യൂണിറ്റോളം നമുക്ക് നഷ്ടം സംഭവിക്കും 5 കിലോ വാട്ടിൻ്റെ ഈ ഒറ്റ സ്ട്രിങ്ങിൽ. മറ്റേതിൻ്റെ സ്ട്രിങ്ങിലത്തെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു സ്ട്രിങ്ങിലത്തെ പൂർണ്ണമായിട്ട് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ പ്രൊഡക്ഷൻ അപ്രോക്സിമേറ്റ്ലി പകുതിയോളം നമുക്ക് ലോസ് സംഭവിക്കും. ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് കട്ട് പാനലാണ്. അത് കാരണം കൊണ്ടാണ് ഈ പകുതിയോളം കിട്ടുന്നത്. മുൻപത്തെ മോഡൽ പാനലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അത് കട്ടായി പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ ഏകദേശം ഒരു 10 യൂണിറ്റ് വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് നഷ്ടമാണ് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഏകദേശം 3650 യൂണിറ്റ് കറണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കും. ഈ വീട്ടിലത്തെ താരിഫ് അനുസരിച്ചിട്ട് ഇവിടെ യൂസേജ് കൂടുതലായ കാരണം കൊണ്ട് താരിഫ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുത്തെ താരിഫിനനുസരിച്ച് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 29,200 രൂപയുടെ കറണ്ട് നമുക്ക് ഒരു വർഷത്തിൽ നഷ്ടം സംഭവിക്കും. അതൊരു 5 കൊല്ലത്തെ ഒരു കാലയളവ് നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയോളം ആണ് 5 വർഷത്തെ നഷ്ടം. അപ്പോൾ നമ്മൾ നിഴലോ മറ്റ് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അതിൻ്റെ ലോങ് റൺ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളരെ വലിയൊരു നഷ്ടമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു സ്ട്രിങ് ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എമൗണ്ടിൻ്റെ ലോസ് സംഭവിച്ചു നമുക്ക് മനസ്സിലായി. അവിടെ നമ്മൾ
ചൂസ് ചെയ്തത് സോളാർ എഡ്ജാണ്. സോളാർ എഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിനും സെപ്പറേറ്റ് ഒപ്റ്റിമൈസർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു പാനലിൽ നിഴലോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും പക്ഷികൾ കാഷ്ടിക്കാൻ എന്തെങ്കിലും ഒരു ഇഫക്റ്റ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് മറ്റുള്ള പാനലുകളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ആവറേജ് നമ്മൾ ഒരു 3 മാസത്തെ നോക്കി ഏകദേശം എത്ര യൂണിറ്റാണ് ഓരോ പാനലിൽ നിന്ന് കിട്ടുന്നതെന്ന്. അപ്പോൾ ഒരു 3 മാസത്തോളമുള്ള ഒരു കണക്ക് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ നോക്കിയത് വളരെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്ന ഒരു സമയത്തൊരു കാൽക്കുലേഷനാണ് നോക്കിയത്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരു 100 യൂണിറ്റിൻ്റെ വ്യത്യാസമാണ് ആ സമയത്ത് ഷെയ്ഡ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനാണ് സാധിച്ചത്. അതായത് നോർമൽ ഷെയ്ഡ് ഇല്ലാത്ത പാനലുകൾക്ക് 125ഓളം യൂണിറ്റ് കറണ്ട് കിട്ടുമ്പോൾ ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളിലത്തെ പാനലിന് നമുക്ക് വന്നത് ഒരു 20 മുതൽ 25 യൂണിറ്റിൻ്റെ കുറവാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒരു 4 പാനലിന്മേൽ നമുക്ക് ഏകദേശം 100 യൂണിറ്റോളം കുറവ് 3 മാസത്തേക്ക് സംഭവിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം നമുക്ക് ഒരു 400 യൂണിറ്റിൻ്റെ കുറവാണ് ഇവിടെ ഷെയ്ഡ് കാരണം കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. മറ്റോടത്ത് നമ്മൾ പറഞ്ഞ 3600 സംതിങ് യൂണിറ്റിൻ്റെയാണ് ലോസ് നമ്മൾ പറഞ്ഞത്. 3650 യൂണിറ്റിൻ്റെ ലോസ് വരുന്നിടത്ത് 400 യൂണിറ്റ് മാത്രമാണ് സോളാർ എഡ്ജ് ഉപയോഗിച്ചപ്പോൾ നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വലിയൊരു ഡിഫറൻസാണ് ഇതിനകത്ത് ഉള്ളത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സോളാർ എഡ്ജിൻ്റെ ഇൻവെർട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഒപ്റ്റിമൈസർ ഓരോ പാനലിൻ്റെയും അടിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാനലിൻ്റെയും സെപ്പറേറ്റഡ് നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിമൈസർ ഒരു പരിധി വരെ ഒരു സുരക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഈ എടുത്ത ഡിസിഷൻ വളരെ കറക്റ്റായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ഈ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഷെയ്ഡുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ സോളാർ വെക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ സൈറ്റിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഷെയ്ഡ് ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു 3-4 പാനലുകളുമേ കുറച്ച് ഭാഗത്ത് ഷെയ്ഡ് അടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള കാരണം കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് ഈ ഒരു ഡിസിഷൻ കറക്റ്റ് ആയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ നഷ്ടങ്ങൾ ഏകദേശം 1.5 ലക്ഷം രൂപ ഒരു 5 കൊല്ലം കൂടുമ്പോൾ നമുക്ക് ലോസ് വരാനായിട്ടുള്ള വലിയൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് സാർ എടുത്ത കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ ഇവിടെ സാറ് ഈ മോഡൽ വെച്ചോളാൻ പറഞ്ഞത് കാരണം കൊണ്ട് മാത്രം നമുക്കത് വളരെയധികം സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതുപോലുള്ള സൈറ്റാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 മോഡലുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക. അതല്ല ഷെയ്ഡൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ സ്ട്രിങ് ഇൻവെർട്ടറോ വേറെ ഏത് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ വന്ന സമയത്ത് 35,000 രൂപയോളമാണ് ഇവിടെ ബില്ല് വന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നോർമലി ഉള്ള സമയങ്ങളിൽ ബില്ല് ഓൾമോസ്റ്റ് 0 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏറ്റവും കുറവ് പ്രൊഡക്ഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് 2,000 രൂപയാണ് ഇവിടെ ബില്ല് വന്നത്. 35,000 രൂപ വന്നിരുന്നിടത്ത് മഴയും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന് ഏറ്റവും മോശം സമയത്ത് പോലും നമുക്ക് 2,000 രൂപ മാത്രമാണ് ഇവിടെ ബില്ല് വന്നിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ വർക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ അവിടെ തുടക്കത്തിൽ വരുന്ന ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമേ നിങ്ങൾ നോർമൽ സാധാരണ ഇൻവെർട്ടറുകളിലേക്ക് പോകാതെ ഉണ്ട് നിങ്ങളുടെ സൈറ്റിന് ഏതാണോ കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ടീമിനെ കൊണ്ട് നിങ്ങളുടെ സൈറ്റ് വന്ന് നോക്കി വിസിറ്റ് ചെയ്യിപ്പിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നഷ്ടങ്ങളെല്ലാം ഒഴിവാക്കാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളായിരിക്കും അത്. നിങ്ങൾ മുൻപ് സോളാർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ സോളാർ ചെയ്തിട്ട് നിഴൽ കാരണം കൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 5 കിലോ വാട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 15 യൂണിറ്റോളമൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 20 യൂണിറ്റിൻ്റെ താഴെയാണ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളാർ എഡ്ജിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മോഡലുകളിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. നമ്മൾ സൈറ്റ് വന്ന് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സൂപ്പർവിഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ
എല്ലായ്പ്പോഴും കറണ്ട് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനറേറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പല ഷോപ്പുകളിലും. സോളാർ വെച്ചിട്ടുണ്ടായിരിക്കും. നിലവിൽ സോളാർ ഉള്ള സ്ഥലത്ത് തന്നെ കറണ്ട് പോകുമ്പോൾ ഒരു ജനറേറ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ജനറേറ്റർ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പണ്ട് ചെയ്തു പോയ നോർമൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളതിനെ ഹൈബ്രിഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോളാർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ അറിവിൻ്റെ മാക്സിമത്തിൽ നമ്മളത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൈറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ താല്പര്യപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, ബാക്കിയുള്ള ആൾക്കാരുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. താങ്ക് യു.